1 kg വെയിറ്റ് വരുന്ന സിമ്പിളായിട്ട് തുടക്കക്കാർക്കൊക്കെ ചെയ്തെടുക്കാവുന്ന ക്യൂട്ടായിട്ടുള്ളൊരു ഡോൾ കേക്കിൻ്റെ ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. ഈ കേക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാട്ടോ. അതിൻ്റെ ഫില്ലിങ്ങാണ് ഉള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് വാനില സ്പഞ്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. 1 കിലോയുടെ ബാറ്ററി എടുത്തിട്ട് 6 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിലും പിന്നെ 1/2 കിലോയുടെ ഡോൾ കേക്കിൻ്റെ മോൾഡിലുമായിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ബേക്കാക്കി എടുത്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതുപോലെ വലിയ ഡോൾ കേക്കിൻ്റെ 1 kg മോൾഡിൽ ഒഴിച്ചിട്ടാണെങ്കിൽ അത് വേകാൻ ഒത്തിരി പ്രയാസമുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് 2 പാത്രത്തിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയതുകൊണ്ട് നമ്മൾ സാധാരണ സിറപ്പ് ഒഴിച്ചിട്ടല്ല കേട്ടോ വെറ്റ് ചെയ്യുന്നത്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റ് ഗണാഷും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് മധുരം ഇട്ടിട്ടാട്ടോ അത് ആ സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ഞാൻ സിറപ്പാക്കിയത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രീം തേച്ചിട്ട് ലെയറിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് നന്നായിട്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഗണാഷ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ലെയറിലും നല്ല കട്ടിക്ക് തന്നെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫില്ലിങ്ങിലേക്ക് ഗണാഷ് കൂടാതെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ അല്ലെങ്കിൽ ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട്. ഇതിപ്പം അത് കുഞ്ഞു ആവിക്ക് ആയതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ഇടണ്ട, ഫില്ലിങ്ങിൽ ഗണാഷ് മാത്രം മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഗണാഷ് മാത്രം ആഡ് ചെയ്യുന്നത്. അന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ബദാമോ അങ്ങനെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന്. നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്ന കേക്ക് മിൽക്കി നട്ട്സ് കേക്കാട്ടോ. ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുത്തിട്ട് നട്ട്സോട് ഇട്ട് കൊടുക്കുന്നത് മിൽക്കി നട്ട്സ് കേക്കാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ ചോക്ലേറ്റ് ഗണാഷാണ് നല്ലവണ്ണം കട്ടിക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ലെയർ സ്പഞ്ച് വെറ്റ് ചെയ്യുമ്പോഴും എല്ലാ സ്ഥലത്തും ഈവനായിട്ട് സിറപ്പ് എത്തുന്നില്ലെന്ന് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എല്ലായിടും ഒരേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കേക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഓരോ ലെയറും ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് സൈഡ് വശമൊക്കെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തു പോകണം, അല്ലെങ്കിൽ ചില സൈഡിലേക്ക് ഇതിങ്ങനെ തള്ളി വരും. അതുകൊണ്ട് ഈ കേക്ക് ഉള്ളിൽ ഗണാഷ് ആയതുകൊണ്ടാണ് ഇച്ചിരി ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉള്ളിലൊരു സ്റ്റിക്ക് കൊടുത്തിട്ടാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത്. ഈ ഗണാഷൊക്കെ നന്നായിട്ട് ഫില്ലിങ് കൊടുക്കുമ്പോഴേ ഇങ്ങനെ തെന്നി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കുത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല ലെവലിൽ തന്നെ കിട്ടിക്കുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാവേ. ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും തള്ളിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുറത്തേക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് ഫിനിഷാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് സ്ക്രാപ്പറും കൊണ്ടൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ലെവലാക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് മുറിച്ച് മാറ്റേണ്ടതുണ്ടോ നമുക്ക് തിരിയും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ലെവലിൽ തന്നെ മുഴുവനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കളർ തീം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ക്രീം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴ്വശത്ത് വരുന്ന ക്രീം ഇച്ചിരി അധികം കൂടുതൽ എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി കുറച്ച് അടുത്ത ലെയറിലേക്ക് വരുന്നത്, അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പം തീരെ കുറച്ച് ആ ലെവലിൽ എടുത്താൽ മതി കേട്ടോ ക്രീം. അപ്പോൾ ഏറ്റവും താഴെ ഞാൻ നീലയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നീല കളർ ഒഴിച്ചപ്പോഴത്തേന് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റിയിട്ട് ഒരു 2 ഡ്രോപ്സിൻ്റെ കണക്കിലാണ് നമ്മൾ മിക്സ് ആക്കി എടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഡിസൈനാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഡോൾ കേക്ക് നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഡിസൈൻസും ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് കാണാൻ നല്ല രസം ക്യൂട്ടായിട്ടുണ്ട് താനും. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാട്ടോ. വേറെ ഈ നോസിൽ വർക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ.
പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അവർ പിങ്ക് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഡോളിലേക്കും പിന്നെ ബാക്കി വരുന്ന ഈ ഭാഗത്തിലേക്കും നമ്മൾ പിങ്ക് കളറ് ആഡ് ചെയ്തിട്ടാണ് കേക്ക് ഫിനിഷാക്കി എടുത്തത്. ഈ ഡോൾ കേക്കൊക്കെ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് കഴിഞ്ഞ് അത് കാണുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമാവും കേട്ടോ. നമ്മൾ ചെയ്ത് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ കേക്ക് കാണുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ നിന്ന് പോവേ. അങ്ങനെ ഈ കേക്ക് ചെയ്തു. മോളുടെ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ കളറ് പറഞ്ഞത് മോളുടെ ഡ്രസ്സിൻ്റെ കളറല്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ കളറാണെന്ന് ഓർത്തു. പക്ഷെ അവർ ആ ബലൂൺസിൻ്റെ ഡെക്കറേഷൻ്റെ കളറായിരുന്നു കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോളൊരു പിങ്ക് ഉടുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇനിയും കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.